ഇവിടെ ഇങ്ങനെ തുടങ്ങും. നമ്മളൊരു മധ്യത്തിൽ നിന്ന് എടുക്കാം. അമ്മ ഉടുപ്പിക്കാനല്ലേ ഹാദിക്കുട്ടി. അത് കുഴപ്പമില്ല. അങ്ങനെ എടുക്കരുത്. അങ്ങനെ എടുത്ത് എന്നോട് വിളിയും. ഇതിന്റെ പകുതിയുടെ പകുതിയാക്കാം. അയ്യോ സുന്ദരി വിചാരിക്കുമ്പോ ഭയങ്കര വലുതാന്ന് വിചാരിക്കും. ഭയങ്കര സുന്ദരി വിചാരിച്ചല്ലേ. എവിടെ പോയി? Come on, show me your face. സാരി എടുക്കുന്നത് നോക്കട്ടെ. കുപ്പിയുടെ മുഖം കഷ്ടപ്പാടാണ്. ഓ so satisfying. നല്ല വേദന. മൂക്കിന്റെ അവിടെ തുറക്കാൻ നല്ല വേദന കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഓണത്തിന്റെ സെലിബ്രേഷൻ ചെയ്യണ ദിവസമാണ്. ഞങ്ങൾ ഒരു 9:30 ഞങ്ങളെല്ലാവരും എണീറ്റ് റെഡി ആവാൻ തുടങ്ങി. 10:30 എല്ലാവരോടും വരാൻ പറഞ്ഞേക്കണത്. സമയത്തിനും റെഡി ആവുമായിരിക്കും. മേക്കപ്പ് ചെയ്യണം, സാരി ഉടുക്കണം, പൂക്കളം ഇടണം, പിന്നെ സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ട്. സദ്യ ഓണ്ടവേ. പിന്നെ ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ പായസം പപ്പടമൊക്കെ ഓർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല. തുടങ്ങണം. എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് എല്ലാവരെയും പിടിച്ചെത്തി ചെയ്യാമെന്ന് വിചാരിക്കണം. മോയ്സ്ചറൈസർ ഇതൊന്നും ഞാൻ പണ്ട് തേക്കൂലായിരുന്നു. പിന്നെ തേച്ച് തുടങ്ങി. എല്ലാവരും അവനവൻ്റെ മുറിയിലിരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പുറത്തിറങ്ങാൻ പറയാം എല്ലാവരും അങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ നമ്മളൊന്നും സാരിയൊന്നും എടുക്കില്ലല്ലോ. അമ്പലത്തിലും പള്ളിയിലൊന്നും പോകാറില്ലാത്തത് കൊണ്ട്. പിന്നെ കല്യാണം ഫംഗ്ഷനൊന്നും ഇല്ലല്ലോ അറ്റൻഡ് ചെയ്യാൻ. ആണ്ടിലൊരിക്കലാണ് സാരി എടുക്കുന്നത്. ഓണം വരുമ്പോൾ ഉടുക്കും, എടുത്ത് പെട്ടിയിലാക്കും. അടുത്ത ഓണം വരുമ്പോൾ ഉടുക്കും, വീണ്ടും എടുത്ത് പെട്ടിയിലാക്കും. അതുകൊണ്ട് ഇന്നെല്ലാം നോക്കിയപ്പോഴാണ് സാരിയിലൊക്കെ കുറക്കറ. ഞാൻ മേക്കപ്പ് ചെയ്ത് തുടങ്ങാൻ പോവാണ്. സ്റ്റെപ്പ് കൺസീലർ കൊച്ചു കൊച്ചു പാടുകളുള്ള സ്ഥലത്ത്. അവിടെയാണല്ലോ. ഡേയ്സ് എത്ര മണിക്ക് വരുന്നത്? സദ്യ ഉണ്ടോ? ഗുയ്സ് ബൈ ദ വേ എന്റെ ആദ്യത്തെ വ്ളോഗാണ്. കഞ്ഞി വ്ളോഗ് ഇൻസ്പയർഡ് ബൈ ശ്രീരൂപ സുരേഷ്. ശ്രീരൂപ സുരേഷിന്റെ ഇതിനു മുമ്പത്തെ വ്ളോഗ് നിങ്ങൾ ആദ്യത്തെ വ്ളോഗ് ഇതിനു മുമ്പത്തെ ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്താണ് ബിരിയാണി ഡേ, സൺഡേ ഫണ്ടേ. ഓ, അതിലാണ് ഞാൻ ഇൻസ്പയർഡ് ആയത്. വാവ്. അവൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വീഡിയോ എനിക്ക് പണ്ടോട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ളൊരു എന്താ പറയാ, ചെയ്ത് തുടങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇവള് ചെയ്തപ്പോ ഇവളെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവളത് വീഡിയോ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നല്ല ഒരു ഫ്ലോ, നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലത്തെ വീഡിയോസ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ കഞ്ഞി വ്ളോഗായിട്ട് എന്റെ അടിപൊളി അങ്ങനെയായിരുന്നു. എനിക്ക് അത്രയ്ക്ക് കഴിവില്ല, പക്ഷെ എന്നാലും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നാറുണ്ട് വീഡിയോ എടുക്കാൻ നേരത്ത് ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ മൊമെന്റിൽ പ്രസന്റ് ആയിരിക്കില്ല. അങ്ങനെയാണ് ഞാൻ പകുതിയും എടുക്കണം എന്ന് വിചാരിക്കും ഓരോ പരിപാടി വരുമ്പോ. പക്ഷെ അത് ഞാൻ ഫുൾ ടൈം ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അവിടെ നടക്കണം. ഇന്നലെ നീ ആ വള ഇടാൻ നേരത്ത് തന്നെ ഞാൻ ക്യാമറയിൽ കൂടെ നീ ഇടുന്ന കാണുന്നത്. എനിക്ക് ഇങ്ങനെ നോക്കണമെന്നുണ്ടോ അപ്പൊ ഈ സാധനത്തിന്റെ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ഈ ഫോൺ വഴിയുള്ള മെമ്മറി ഓർമ്മ വരുമോ? അതാണ് പ്രശ്നം.
അതാണ് ഞാൻ മറ്റേ സൺഡേ ഫണ്ട് എടുത്തപ്പോഴേ ഞാൻ ഫോൺ അങ്ങ് അവിടെ അങ്ങ് വെച്ച്. അല്ലെങ്കിൽ നമ്മൾ ഇത് നോക്കിക്കൊണ്ട് പിടിച്ചോ ഞാൻ ഓണത്തിന് ചെയ്യാന്ന്. ഓണം ആവട്ടെ കഞ്ഞി ബ്ലോഗ് ഉടുത്ത് കഴിഞ്ഞില്ലേ? ഞങ്ങക്ക് പിന്നെ സാരി ഉടുത്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എല്ലാ ഓണത്തിനും ഉടുക്കും, ആരെങ്കിലൊക്കെ ആയിട്ട് ഉടുപ്പിച്ചു തരും. ഇതിനു മുമ്പൊക്കെ ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങൾ കുറെ ആൾക്കാരായിട്ടൊക്കെ താമസിച്ചത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ച ഓണത്തിൽ ഞങ്ങളുടെ വീട്ടില് 12 പേരുണ്ടായിരുന്നു. 12 പെൺപിള്ളേരുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ 3 പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോ ഞങ്ങളുടെ സാരി ഞങ്ങൾ തന്നെ ഉടുക്കേണ്ടി വരും. ഇവളുടെ ചേച്ചി നല്ലോണം സാരി ഉടുക്കും. ഇവളുടെ ചേച്ചിയായിരുന്നു. ഇപ്പൊ ഇവളുടെ ചേച്ചിയാണ് സാരി ഉടുപ്പിച്ചത്. ഞങ്ങളുടെ ആദ്യത്തെ ഓണത്തിന്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. അന്ന് ഞാൻ ഈ സാരി എടുത്ത്, ഈ സാരിയും ഞാൻ ഇന്ന് ഇടാൻ പോണ ബ്ലൗസ്, ഇവിടെ കൊടുക്കണ സാരി ഞാൻ ഇന്ന് ഇടാൻ പോണ ബ്ലൗസ്. എനിക്ക് ഓർമ്മയുണ്ട്. അത് തന്നെ. ഞങ്ങൾ പഠിച്ചത് ഞാൻ പഠിച്ചത് TP-യിലും, പിന്നെ ഇവിടെ RP എന്ന് പറഞ്ഞ കോളേജ് ഉണ്ട്, പിന്നെ ഇവിടെ പഠിച്ച കോളേജ് ഉണ്ട് BCA. അപ്പൊ RP എന്ന് പറഞ്ഞ കോളേജില് ഇവര് എല്ലാം ഇവിടെയുള്ള മലയാളികൾക്കൊക്കെ ഒരു ഓണപ്പരിപാടി വെക്കും. അങ്ങനെ ഒരു ഓണപ്പരിപാടിയിലാണ് ഞങ്ങൾ ആദ്യത്തെ വന്ന വർഷം, ഞാനിവിടെ ആദ്യമായിട്ട് വന്ന വർഷം ഞങ്ങൾ എല്ലാവരും എടുത്തൊരുങ്ങിപ്പോയി. അത് ഭംഗിയായിരുന്നു ഒന്ന് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതെ, അന്ന് കണ്ട ഒരു ചെക്കനാണ് ഇവളുടെ ബോയ് ഫ്രണ്ട്. അവരുടെ ട്രൈപോഡ് ഇല്ലാണ്ട് വീഡിയോ എടുക്കുന്ന ടാസ്ക് ആട്ടോ. ഡൗട്ട് മാളു ഈ പിന്നെ ഊരാവോ എടുക്കാൻ ഇപ്പം തുടങ്ങിയാണേ. ശരിയായില്ലെങ്കിൽ പിന്നെ തിരിച്ചിടാൻ പറ്റില്ലല്ലോ. അവിടെ ഒരാൾ സൈഡ് എടുക്കുന്നുണ്ടല്ലോ മേക്കപ്പ് ഇടുന്നു, അവിടെ ഒരാൾ സൈഡ് എടുക്കുന്നുണ്ടല്ലോ മേക്കപ്പ് ഇടുന്നു. സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിച്ചാ, പിന്നെ രാവിലെ ആകുമ്പോൾ നമുക്ക് തോന്നും എന്തിന് കുറച്ചുകൂടി കിടന്നാലോ, വീട്ടിലെ പരിപാടിയല്ലേ. അതെ, ഞാനാണെങ്കിൽ എല്ലാത്തിനും ഏറ്റവും ലേറ്റ് ആയിട്ട് എത്തുന്ന ഒരാളാ. സ്വന്തം വീട്ടിലൊരു പരിപാടിക്ക് തന്നെ ഞാൻ ലേറ്റ് ആവുമായിരിക്കും. നമുക്ക് ഇത് ചെയ്യാം. സാരിയൊക്കെ നമ്മൾ തേച്ച് പ്ലീറ്റിന്റെ ഭാഗവും മുഖത്തുള്ള ഭാഗവും പിന്നെ നമ്മൾ നോക്കിയപ്പോഴാണ് ചില സ്ഥലത്ത് ചുരുങ്ങിയിരിക്കുന്നത് പറഞ്ഞത്. ഇന്നലെ എല്ലാം സെറ്റാക്കി വെച്ചതാണ്. അപ്പൊ നമ്മൾ ഹെയർ സ്ട്രെയിറ്റനർ വെച്ച് സ്ട്രെയിറ്റ് ചെയ്യും. കത്തിപ്പോയില്ലെങ്കിൽ കൊള്ളാം. ഇവിടെ മാത്രമാണ് കഴിഞ്ഞില്ല. മൂക്കിലൊരു പാടുണ്ടായിരുന്നു, ശ്രദ്ധിക്കത്തില്ല എപ്പോഴും. നേരെ മതിയല്ലേ. ഇനി പൗഡർ മസ്റ്റ്. അത് നമുക്ക് എന്തെങ്കിലും മാക്കിൻ്റെ ഒരു പണ്ടുങ്ങാണ്ട് വാങ്ങിച്ചൊരു ഫൗണ്ടേഷൻ ഒരു പൗഡറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത. അതൊക്കെ എക്സ്പയർ ആയോന്ന് പോലും എനിക്കറിയില്ല. എന്നാലും മൊത്തം ഇട്ടിട്ടുണ്ട് ഞാൻ. കഴുത്ത് വെച്ച് എന്താ കഴുത്തിൽ ഞാൻ എപ്പോഴും മേക്കപ്പ് ഇടാറില്ല. ആ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ വിചാരം വ്യത്യാസമൊന്നുമില്ലെന്നാണ്. ആള് താഴെ വരയ്ക്കുന്നുണ്ടോ മാളു? ആ, ഇനി ഞാൻ അടിയിൽ കണ്ടെഴുതിയാലോ? അല്ല, ആദ്യം പൊക്കത്ത് കണ്ടെഴുതാം. പൊക്കത്ത് കണ്ടെഴുതാൻ എനിക്ക് നല്ല, അല്ല താഴെ കണ്ടെഴുതാൻ എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് നല്ല പേടി, കഴുകാൻ പറ്റില്ല. 10ാം ക്ലാസ്സിലും 11ലും എന്തോ പഠിച്ചപ്പോൾ സ്കൂളിൽ എഴുതിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ അടിയിൽ മാത്രമേ എഴുത്തുള്ളൂ. പൊക്കത്ത് എഴുതുമ്പോൾ എനിക്ക് വൃത്തിയായിട്ട് വന്നത്. പിന്നെ അവിടെ നിന്ന് പൊക്കത്തോട്ടൊരു ട്രാൻസിഷൻ ഉണ്ടായിരുന്നു. പിന്നെ താഴെ ഞാൻ എഴുതിയിട്ടേ ഇല്ല. ഞാൻ അടിയിൽ കണ്ടെഴുതാൻ പോവുകയാണ്. ആയി കഴിഞ്ഞാൽ തീർന്നു. ചെറുതായിട്ട് കണ്ണെഴുതാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചാക്കിയത്. ഇവിടെ ഒരു പാട് വ്യത്യാസം വന്നു. മാറിലെല്ലാം കൊണ്ടായിരുന്നു. ലിപ്സ്റ്റിക്
പുറത്താണ്. ലിപ്സ്റ്റിക് പിന്നെ ഇടാം. എൻ്റെ മേക്കപ്പ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ലിപ്സ്റ്റിക് പുറത്താണ്. ലിപ്സ്റ്റിക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സെറ്റ്. എൻ്റെ സാരി പുറത്താണ്ടിരിക്കണം. ഞാൻ പോയി സാരി എടുത്തിട്ട് സാരി കൊടുത്തിട്ട് സെറ്റ് ആയിട്ട് വരും. കരിക്കുട്ടി ദൂരം കൂടാന്നുള്ള പഠിച്ചില്ലായിരുന്നു. ആരൊന്നും മിണ്ടുന്നില്ലെന്ന്.